HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, നേഹ സനിൽകുമാർ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഇന്ത്യയിലേക്ക് രണ്ടാമതും ബുക്കർ ഇന്റർനാഷണൽ. കന്നഡ എഴുത്തുകാരി ഭാനു മുസ്താക്കിനും വിവർത്തക ദീപ ഭസ്തിക്കും രാജ്യാന്തര അംഗീകാരം. +2 പരീക്ഷ ജില്ലയ്ക്ക് 71.73% വിജയം. ഛത്തീസ്ഗഡ് ഏറ്റുമുട്ടൽ, കൊല്ലപ്പെട്ടത് 27 മാവോയിസ്റ്റുകൾ. മഴയറിയാൻ മാപിനികളില്ല. ആശാപ്രവർത്തകരാരും സമരം ചെയ്യുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ്. കാശ്മീർ നിരീക്ഷണത്തിന് സജ്ജമാക്കിയ ഉപഗ്രഹം പാളിയത് 3ാം ഘട്ടത്തിൽ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഇന്ത്യയിലേക്ക് രണ്ടാമതും ബുക്കർ ഇന്റർനാഷണൽ. കന്നഡ എഴുത്തുകാരി ഭാനു മുസ്താക്കിനും വിവർത്തക ദീപ ഭസ്തിക്കും രാജ്യാന്തര അംഗീകാരം. ഇന്ത്യൻ എഴുത്തിന്റെ അഭിമാന മുദ്രകളായി ഭാനു മുസ്താക്കും ദീപ ഭസ്തിയും. കന്നഡയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ദീപ ഭസ്തി പരിഭാഷപ്പെടുത്തിയ ഭാനു മുസ്താക്കിന്റെ ചെറുകഥാ സമാഹാരം ഹാർഡ് ലാമ്പ് ഈ വർഷത്തെ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരം നേടിയതിന്റെ ആഹ്ലാദത്തിലാണ് രാജ്യം. പുരസ്കാര തുകയായ 50,000 പൗണ്ട്സ് ഇരുവരും പങ്കിട്ടെടുത്തു. +2 പരീക്ഷ ജില്ലയ്ക്ക് 71.73% വിജയം. +2 പരീക്ഷയിൽ ജില്ലയ്ക്ക് 71.73% വിജയം. മുൻ വർഷത്തേക്കാൾ വിജയശതമാനം കുറവാണ്. കഴിഞ്ഞ വർഷം 73.99% വിജയം. ജില്ലയിലെ 174 സ്കൂളുകളിലെ 30,919 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 2,371 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. 22,179 പേർ ഉപരിപഠനത്തിന് അർഹരായി. 3 പേരാണ് ഇത്തവണ 1,200-ൽ 1,200 മാർക്ക് നേടി 100% വിജയത്തിന് അർഹരായത്. കഴിഞ്ഞ വർഷം 19 പേരാണ് മുഴുവൻ മാർക്ക് നേടിയത്. ഛത്തീസ്ഗഡ് ഏറ്റുമുട്ടൽ, കൊല്ലപ്പെട്ടത് 27 മാവോയിസ്റ്റുകൾ. നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ബസവരാജുവിനെ വധിച്ചു. നിരോധിത സംഘടനയായ CPI മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി നംപാൽ കേശവ് റാവു എന്ന ബസവരാജുവിനെ ഛത്തീസ്ഗഡ് ബസ്താർ മേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചു. കൊല്ലപ്പെട്ട 27 മാവോയിസ്റ്റുകളിൽ നംപാൽ കേശവ് റാവു എന്ന ബസവരാജുമുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിരീകരിച്ചു. മഴയറിയാൻ മാപിനികളില്ല. മഴയുടെ അളവ് നോക്കി മുന്നൊരുക്കം നടത്തുന്നതിനുള്ള വിവരങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് നൽകാൻ കേരളത്തിൽ ആകെയുള്ളത് 80 മാപിനികൾ മാത്രം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വെബ്സൈറ്റിലാണ് ഈ കാര്യമുള്ളത്. ഇതിൽ 14 എണ്ണം മാത്രമാണ് FRP റെയിൻ ഗേജുകൾ. മഴയുടെ അളവ് മാത്രം അളക്കുന്നവയാണ് FRP റെയിൻ ഗേജുകൾ. 5,000 രൂപ മാത്രമാണ് വില. ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളാണ്. യന്ത്രത്തകരാറ് മൂലം അതിൽ പലപ്പോഴും തെറ്റുവരാറുണ്ട്. 2018 പ്രളയത്തിൽ കേരളത്തിലെ മഴ മാപിനികൾ കുറവാണെന്നത് തിരിച്ചറിഞ്ഞെങ്കിലും നടപടികൾ ഉണ്ടായില്ല. അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി മഴമാപിനികൾ സ്ഥാപിക്കാനും തയ്യാറായില്ല. 2018 മുതൽ 2021 വരെ കാലവർഷം ശക്തമായിരുന്നു. മേഘവിസ്ഫോടനവും അതിതീവ്ര മഴയും ഉരുൾപൊട്ടലുകളും കൂടി. ഉരുൾപൊട്ടലുകൾ കൂടുതലുള്ള ഇടുക്കി, വയനാട് മേഖലകളിലും വേണ്ടത്ര മഴ മാപിനികൾ ഇല്ല. ആശാപ്രവർത്തകരാരും സമരം ചെയ്യുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിന്റെ മറുപടി വിവരാവകാശ ചോദ്യത്തിന്. സംസ്ഥാനത്ത് ആശാപ്രവർത്തകർ നടത്തുന്ന സമരത്തിന് എത്ര പേർ പങ്കെടുക്കുന്നു എന്ന വിവരാവകാശ ചോദ്യത്തിന് നിലവിൽ ആരും സമരത്തിനില്ല എന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പിന് കീഴിലെ ദേശീയ ആരോഗ്യ ദൗത്യം സ്റ്റേറ്റ് പ്രോഗ്രാം മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിന്റെ യൂണിറ്റിന്റേതാണ് മറുപടി. കാശ്മീർ നിരീക്ഷണത്തിന് സജ്ജമാക്കിയ ഉപഗ്രഹം പാളിയത് 3ാം ഘട്ടത്തിൽ. കാശ്മീരിന്റെ കിഴക്കും പടിഞ്ഞാറും അതിർത്തികൾ നിരീക്ഷിക്കാൻ മാത്രമായി തയ്യാറാക്കിയ RISAT-1B ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം പൂർത്തിയാക്കാനായില്ല.
ശനിയാഴ്ച രാവിലെ 5:59 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് PSLVയുടെ XL പതിപ്പായ C61 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. 4 ഘട്ടങ്ങളുള്ള റോക്കറ്റിന്റെ 3-ാം ഘട്ടത്തിലെ പിഴവാണ് കാരണമായതെന്ന് ISRO സ്ഥിരീകരിച്ചു. കാരണങ്ങൾ പഠിച്ച് പരിഹരിച്ച ശേഷം പുതിയ വിക്ഷേപണം നടത്തും. വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് അന്വേഷണത്തിന് ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ ഉത്തരവിട്ടു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഇന്ത്യയിലേക്ക് രണ്ടാമതും ബുക്കർ ഇന്റർനാഷണൽ. കന്നഡ എഴുത്തുകാരി ഭാനു മുസ്താക്കിനും വിവർത്തക ദീപ ഭസ്തിക്കും രാജ്യാന്തര അംഗീകാരം. +2 പരീക്ഷ ജില്ലയ്ക്ക് 71.73% വിജയം. ഛത്തീസ്ഗഡ് ഏറ്റുമുട്ടൽ, കൊല്ലപ്പെട്ടത് 27 മാവോയിസ്റ്റുകൾ. മഴ അറിയാൻ മാപിനികളില്ല. ആശാപ്രവർത്തകരാരും സമരം ചെയ്യുന്നില്ല എന്ന് ആരോഗ്യവകുപ്പ്. കാശ്മീർ നിരീക്ഷണത്തിന് സജ്ജമാക്കിയ ഉപഗ്രഹം പാളിയത് 3-ാം ഘട്ടത്തിൽ. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ HS റേഡിയോ വിന്നർ അഗ്നിജിത 5B. പോയ വാരത്തിലെ ചോദ്യം: നെഹ്റു യുവ കേന്ദ്രയുടെ പുതിയ നാമം എന്ത്? ഉത്തരം: മേരാ യുവ ഭാരത്. ഈ ആഴ്ചയിലെ ചോദ്യം: കാശ്മീർ നിരീക്ഷണത്തിന് സജ്ജമാക്കിയ ഉപഗ്രഹത്തിന്റെ പേര്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.